ഞാൻ തന്റെ കൂടില്ല. താനീ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ ദേ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ഒരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരൻ ആത്മാർത്ഥമുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താൻ ആ റെസ്റ്റോറന്റ് ഇരിക്കും. അവന്റെ കണ്ണ് പിടിച്ചാ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കി. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. ഹലോ ഹലോ. താനാ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയസം പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലേ ഞാൻ ഇളക്കി തരാം. ധൈര്യം ഉണ്ട് ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ഹലോ. എന്തോന്നും മിണ്ടാത്തെ? ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയൊന്നും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേനെ അറിയിച്ചേരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരാവശ്യമില്ലടി. തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ എങ്ങോട്ട് പോകുന്നുണ്ട്. താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോകണ്ടേ? ഈ വയസ്സിൽ തള്ളാനെ തല്ലിക്കൊന്ന് വല്ല അച്ചാറുണ്ടാക്കി വിക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കം ഓൺ. യെസ്, കം ഓൺ. ദാ ഇയാളെന്താ കൊറേ നേരമായിട്ട് റോസ് റോസ് എന്ന് വിളിച്ച് നടക്കണേ? മറ്റാണെന്നാ തോന്നണേ. റോസ് ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങും പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹൈടെക് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മോളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് പോടാ കൊള്ളന്മാരോ വരും നേരം എടുക്കുമ്പോ. റോസ് റോസ് ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസ് റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണോ എന്റെ ക്ലാസ്മേറ്റ് റോസ്? ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു, യു വെൽക്കം. റോസ് റോസ് റോസ്.
സംശയം തോന്നരുത് കേട്ടോ നടക്കുമ്പോ. ശരിക്കുള്ള റോസ് ഇന്ന് റോസ് ഡേ മറ്റാണോ അതെ. ഇറങ്ങിയിട്ടുണ്ട്. ആഘോട്ട് എന്താടാ പട്ടി? ഈശ്വര മറിയാമ്മ. ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി കയ്യിൽ പോയിരിക്കുന്നുണ്ട് അറിഞ്ഞൂടെ? അതെ അതെ, കുഴിയിലേക്ക് കാലിനേക്ക് അതിനെന്താ ഞാൻ വന്നൂട്ടോ. അയ്യോ പുറസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. അവളല്ലാട്ടാ. ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഇറങ്ങണില്ലേ? ഒന്നിറങ്ങ്. ആനപ്പുറത്ത് കയറിയിരിക്കണം. ഒരു നിമിഷം ഞാൻ കടയിൽ നിന്ന് മാറിയെന്ന് മനഃപൂർവ്വ. എന്റെ കണ്ണ് തെറ്റിയ അച്ഛൻ തോന്നിവാസിയായി പോവെന്നറിയാൻ. ആരുടെയോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രണ്ടുപേരുടെയും പുറകെ പാർക്ക് വരെ വരാൻ തോന്നിയത്. അവിടെ കിടക്ക്. കൂട്ടരുത്. ആത്മാർത്ഥ കൂട്ടുകാരൻ അൺഡ്രോയർ വിട്ട് ലോക്കപ്പിൽ നിന്ന് ഇങ്ങനെ ഏത്തുടനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഇനി അവിടെ പോയി നിൽക്കണോ? ഒന്ന് തെറ്റിയ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ആടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത് വൈകുന്നേരത്തേക്ക് കോഴിയില്ല. ഇനി എന്തിനാ വേറെ കോഴി കൂട്ടി കിടക്കല്ലേ? വൈകിട്ട് വന്നിട്ട് പൊരിച്ചു തിന്നോളാം. കൂട്ടരുത്. അവിടെ കിടക്കാൻ. എന്നാണ് ഈ ഒരു കാര്യം മനസ്സിലായിക്കോ. വൈകുന്നേരം വരുമ്പോ എന്റെ പൊടി പോലും കാണത്തില്ല. ഞാൻ ബാക്ക് ഡോർ വഴി ഇറങ്ങി പോടാ കഴുതേ. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ. അവരുടെ വീട്ടിലല്ലേ അഞ്ചന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശാരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്. അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്ത്? കഴുത്തില് താലി കണ്ടില്ലെന്ന്. ഒരു സ്ത്രീയെ കണ്ട എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ. താലി കണ്ടില്ല. കല്യാണം കഴിക്കാന്റെ കഴുത്തിലോടുന്ന താലി ഉണ്ടാവുക. കിടന്ന അപ്പൊ ഉറങ്ങും പാവം. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ, ഞാൻ റെഡിയാ. കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പൂരി മോന്തക്കടിക്കും. അടി ഞാൻ കൊണ്ടോളാം. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചരക്ക്. വൃത്തികെട്ടവൻ. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. കള്ളത്താടിക്കാരൻ. മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ. എനിക്ക് പേടിയാ. ഈ പണ്ടാറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ! എന്താണോ? എനിക്ക് എന്റെ അമ്മേനെ വിളിക്കാൻ പാടില്ലേ?